ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നേക്കുമായി ഓർത്തിരിക്കാൻ പറ്റിയ ഒരുപാട് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. അങ്ങ് വടകരയിൽ പാർട്ടി ഗ്രാമങ്ങളിൽ കോൺഗ്രസ് കൊടി ഉയർന്നതും പല പഞ്ചായത്തുകളും UDF പിടിച്ചെടുത്തതും നമ്മൾ കണ്ടു. ഇവാ ജോളിയും വൈഷ്ണ സുരേഷുമെല്ലാം CPM കോട്ടകൾ തകർത്ത് കോൺഗ്രസിന് വിജയം സമ്മാനിച്ച മിടുക്കികളാണ്. ആ കൂട്ടത്തിൽ ഒരു മധുര പ്രതികാരത്തിന്റെ വിജയത്തിന്റെ കഥ പറയാനുണ്ട്. കൊല്ലം ജില്ലയിലെ കുമ്മിൾ ഗ്രാമപഞ്ചായത്തിലെ UDFന്റെ വിജയഗാഥ. പാർട്ടി ഗ്രാമമാണ് കുമ്മിൾ പഞ്ചായത്ത്. CPM എക്കാലവും ഭരിച്ച പഞ്ചായത്ത് പക്ഷേ ഇക്കുറി കോൺഗ്രസിനും UDFനും മുന്നിൽ വീണു. വെറുതെ വീണതല്ല, പാർട്ടി സഖാക്കന്മാരുടെ അടിയും ഇടിയും ഏറ്റുവാങ്ങി പ്രതിരോധം തീർത്താണ് കോൺഗ്രസിന്റെ പോരാളികൾ കുമ്മിളിൽ വിജയം പിടിച്ചെടുത്തത്. CPM ചെങ്കോട്ട പിടിച്ചെടുത്തതിന് പിന്നാലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം പിടിച്ചെടുത്തിരുന്നു. ഇതിനുശേഷം ഇതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർട്ടി. മറ്റാരുമല്ല, CPM പലവട്ടം തല്ലിച്ചതച്ച പുരുഷോത്തമൻ എന്ന മുൻ CPMകാരന്റെ മകൾ അശ്വതി പുരുഷോത്തമനെയാണ് കോൺഗ്രസ് പഞ്ചായത്തിനെ നയിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അശ്വതി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ വടിയും കുത്തിപ്പിടിച്ചാണ് കർഷകനായ പുരുഷോത്തമൻ ജോലിയുടെ ഭാഗമായി മരത്തിൽ നിന്ന് വീണിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ തന്നിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കോൺഗ്രസ് കൊടിപിടിച്ച മകൾ വിജയിച്ചു കയറുമ്പോൾ എങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കും? അതുകൊണ്ടാണ് അശ്വതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പുരുഷോത്തമൻ വടിയും കുത്തി വേദിയിലെത്തിയത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം വന്നത്. കുമ്മിൾ പഞ്ചായത്തിനെ ഇനി അശ്വതി നയിക്കും. വർഷങ്ങൾക്ക് മുൻപ് CPM വിട്ട് കോൺഗ്രസിൽ ചേർന്ന തൃക്കണ്ണാപുരം നീല കോട്ടേജിൽ പുരുഷോത്തമൻ അനുഭവിച്ച മാനസിക പീഡനത്തിന്റെ കഥ കോൺഗ്രസുകാരുടെ കണ്ണു നിറയ്ക്കും. തുടർന്ന് മകൾ അശ്വതി പുരുഷോത്തമനെ പഞ്ചായത്ത് അംഗമാക്കി പ്രതികാരം വീട്ടണമെന്ന പുരുഷോത്തമന്റെ ആഗ്രഹമാണ് ഇക്കുറി നിറവേറുന്നത്. കുമ്മിൾ പഞ്ചായത്തിൽ തൃക്കണ്ണാപുരം വാർഡിൽ നിന്നാണ് പട്ടികജാതിക്കാരനായ പുരുഷോത്തമന്റെ മകൾ അശ്വതി വിജയിച്ചത്. കർഷകനായ പുരുഷോത്തമൻ മരത്തിൽ നിന്ന് വീണ് അവശനിലയിലാണെങ്കിലും മകളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സജീവമായിരുന്നു. ആ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഈ വിജയം. പാർട്ടി മാറിയതിന്റെ പേരിൽ വർഷങ്ങളോളം അനുഭവിച്ച ഊരുവിലക്കിനും മാനസിക പീഡനങ്ങൾക്കും ഭീഷണികൾക്കുമുള്ള തന്റെ മറുപടിയാണ് ഈ വിഷയമെന്ന് പുരുഷോത്തമൻ പറയും. കുടുംബം അനുഭവിച്ച ഊരുവിലക്കിന് അച്ഛന്റെ പ്രതികാരമായി മാറുകയാണ് മകളുടെ പഞ്ചായത്ത് അംഗം എന്ന സ്ഥാനം. തൃക്കണ്ണാപുരം ജനറൽ വാർഡിൽ നിന്നാണ് പട്ടികജാതി വനിതയായ അശ്വതി വിജയിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പുരുഷോത്തമൻ പിന്നീട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു. ഒട്ടേറെ ഭീഷണിയാണ് പിന്നീട് നേരിട്ടത്. വഴി നടക്കുന്നതിന് പോലും തടസ്സമായിരുന്നു. വർഷങ്ങളോളം ഊരുവിലക്ക് നേരിട്ടിരുന്നുവെന്ന് പുരുഷോത്തമനും കുടുംബവും പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ബൂത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ പാർട്ടിക്കാർ കൂട്ടം കൂടി നിന്ന് കൂകി വിളിച്ച് അപമാനിച്ചു. പിന്നാലെ ഓടി വന്ന് ഉടുതുണി വലിച്ചൂരും, മുഖത്തടിക്കും. വീട്ടിലേക്കുള്ള വഴി പോലും കെട്ടിയടച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് പുരുഷോത്തമൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. അശ്വതിയുടെ മിന്നും വിജയത്തോടെ ആ പ്രതിജ്ഞ കൂടിയാണ് സഫലമാകുന്നത്. ആദ്യമൊക്കെ CPM അപമാനിക്കുമ്പോൾ ആ അച്ഛൻ മൗനം പാലിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛൻ പുറത്തു പോയാൽ വരുന്നത് വരെ പേടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്ന് അശ്വതി പറയുന്നുണ്ട്. അത്രത്തോളം ഭീഷണിയാണ് അച്ഛന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം കൂട്ടിനുണ്ട് എന്നത് വലിയ ധൈര്യമായിട്ടും അശ്വതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തന്നോട് കാട്ടിയ ക്രൂരതകൾക്ക് പ്രതിഷേധമെന്നോണം മകളെ പഞ്ചായത്ത് അംഗമാക്കുക എന്നതായിരുന്നു പുരുഷോത്തമന്റെ ലക്ഷ്യം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആനപ്പാറ വാർഡിൽ നിന്ന് അശ്വതി മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഇക്കുറി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ ഗുണം അശ്വതിക്ക് കിട്ടി. ഇത്തവണ തൃക്കണ്ണാപുരം വാർഡ് ജനറൽ സീറ്റ് ആയിരുന്നിട്ടും അശ്വതിയെ അവിടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ചെയ്തു. 19 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPMന്റെ ശക്തി കേന്ദ്രമെന്ന് അവർ അവകാശപ്പെട്ടിരുന്ന സ്ഥലത്ത് അശ്വതി വിജയിച്ചു കയറുകയായിരുന്നു. കർഷകനായ പുരുഷോത്തമന് മാസങ്ങൾക്ക് മുൻപ് മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു. എന്നിട്ടും CPMന്റെ അവസാനം കാണണം എന്ന ആഗ്രഹത്തിൽ അവശത മറന്ന് പ്രചാരണത്തിനിറങ്ങി. ഈ അധ്വാനത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് മകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകി അനുഗ്രഹിക്കുന്നത്.